നമ്മൾ പല വീഡിയോസിലായി പറഞ്ഞ കാര്യമാണ് സ്പീച്ച് തെറാപ്പി ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുട്ടിയുടെ കോൺഫിഡൻസിനെ ബാധിക്കുമെന്നുള്ളത്. പക്ഷെ നിങ്ങൾ പലരും മനസ്സിലെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് കുട്ടിയുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കുന്നത് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ കുട്ടിയുടെ ചുറ്റുമുള്ള എല്ലാവരും തന്നെ നോർമലായി സംസാരിക്കുന്നു, നിങ്ങളുടെ കുട്ടിക്ക് അവരെ പോലെ സംസാരിക്കാൻ സാധിക്കുന്നില്ല. ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുമ്പോൾ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ സംസാരിക്കാനുള്ള അവരുടെ കോൺഫിഡൻസ് സ്വാഭാവികമായി കുറയുകയും ചെയ്യും. പിന്നീട് ഒരു കാരണം എന്ന് പറയുന്നത്, നന്നായി സംസാരിക്കുന്ന കുട്ടികൾ കൂടെയുള്ളപ്പോൾ സ്പീച്ച് ഡിലേയുള്ള കുട്ടികളെ മാറ്റി നിർത്താനും അതുപോലെ തന്നെ കൂട്ടുകാരെ കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ട് പല കുട്ടികളും അനുഭവിക്കുന്നുണ്ട്. ഇത് മറ്റു കുട്ടികളുടെ പ്രശ്നമല്ല. ചെറിയ പ്രായത്തിൽ മിക്ക കുട്ടികളും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. പിന്നീട് വരുന്ന കുറച്ച് മേജർ ഇഷ്യൂസ് എന്ന് പറയുന്നത്, ക്ലാസ് റൂമിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക, ക്ലാസ് റൂമിലെ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതിരിക്കുക, ബുക്ക് വായിക്കാൻ പറ്റാതിരിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടി എല്ലാ ദിവസവും അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ വരും. ഇങ്ങനെ വരുമ്പോൾ അത് അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുകയും അവരുടെ ഫ്യൂച്ചർ അക്കാഡമിക് പെർഫോമൻസിനെ ഡൗൺഗ്രേഡ് ചെയ്യുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കുട്ടിക്ക് ഇത്തരത്തിൽ സ്പീച്ച് ഡിലേ ഇഷ്യൂ ഉണ്ടെങ്കിൽ താമസിപ്പിക്കരുത്. ഇന്ന് തന്നെ അതിനുവേണ്ട പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുക. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.